ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂമിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 6 വില്ലകളോളം വരുന്ന ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഇന്ന് നമ്മളുള്ളത്. ബാക്കി 5 വീടുകളിലും ഓൾറെഡി താമസക്കാരായി. ഇനി നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ വീട് മാത്രമാണ് ഇവിടെ വിൽക്കാനായി ബാക്കിയുള്ളത്. 3,400 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും എയർപോർട്ട് സിപ്പോർട്ട് റോഡിലേക്ക് 1 കിലോമീറ്ററുമാണ് വരുന്നത്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും എളുപ്പത്തിൽ തന്നെ ആക്സസിബിൾ ആവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച വഴിയാണ് വീടിന് മുന്നിലായുള്ളത്. GI ട്യൂബും ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്താണ് ഇവിടെ ചുറ്റുമുതൽ നൽകിയിരിക്കുന്നത്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. മുറ്റമെല്ലാം കട്ടകൾ വിരിക്കാനുള്ള വർക്ക് കൂടി ഇവിടെ ബാക്കിയുണ്ട്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൃത്യമായി കിഴക്ക് വടക്ക് മൂലയിൽ തന്നെയാണ് കിണർ സ്ഥാപിച്ചിരിക്കുന്നത്. അല്പം ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. 2 പാളികൾ കൊടുത്തുകൊണ്ടുള്ള മോഡേൺ സ്റ്റൈലിലുള്ള നല്ലൊരു മെയിൻ ഡോറും നമുക്കിവിടെ കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ വിശാലമായ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അല്പം നീളമേറിയ ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. വുഡൻ പാനൽ വർക്കൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന നല്ലൊരു പാർട്ടീഷൻ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വുഡൻ ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ഡിസൈനിലുള്ളൊരു വാഷ് ബേസിനൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. മനോഹരമായ 2 വാം കളറിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇവിടെ കിച്ചൺ കബോർഡിന് കളർ കൊടുത്തിരിക്കുന്നത്. നാനോ വൈറ്റ് ടൈൽസാണ് കിച്ചൺ ടോപ്പായി യൂസ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വർക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കിച്ചന് പുറമെയായി ഇവിടെ വർക്ക് ഏരിയക്കായുള്ളൊരു സ്പേസ് കൂടി ബിൽഡർ നൽകുന്നുണ്ട്. റൂഫിംഗ് വർക്കൊക്കെ ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്കിനി വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. ജാഗ്വാർ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഒരു ഗ്രാൻഡ് ലുക്കിൽ തന്നെയാണ് ഇവിടെ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയർവേ മുഴുവനായി തന്നെ വുഡൻ പാനലിൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വർക്ക് കൂടി ചെയ്യാൻ ഇവിടെ ഇനി ബാക്കിയുണ്ട്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിൻ്റെ ചെറിയൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി ഇവിടെ ഒരു സ്റ്റഡി ടേബിളും നമുക്ക് കാണാം. വളരെ ഭംഗിയുള്ളൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. സൈഡ് മുഴുവനായി GI ട്യൂബുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. വാർത്ത് തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ എടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായി മൾട്ടിവുഡിൽ ബേ വിൻഡോയും ബിൽഡർ നൽകിയിട്ടുണ്ട്. അതിന് താഴെയും മുകളിലുമായി സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്.
ഇനി നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വളരെ സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമിലെയും പോലെ തന്നെ 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. നല്ലൊരു ലൈറ്റ് സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്ത് കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ വീടിന്റെ 3 ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. അവസാനമായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ്. മൊറോക്കൻ സ്റ്റൈലിൽ വരുന്ന ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഭാഗത്തും ഹാൻഡ് റെയിൽ വർക്കുകൾ ചെയ്യാൻ ബാക്കിയുണ്ട്. സീലിംഗ് മുഴുവനായി തന്നെ പാനലിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3,400 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടാവുന്നതാണ്. കാക്കനാട്, ഇടപ്പള്ളി, കളമശ്ശേരി, ആലുവ എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം നമുക്ക് വളരെ സുഖമായി ഈ ഭാഗത്ത് നിന്ന് എത്തിച്ചേരാവുന്നതാണ്. കാക്കനാട്, തൃക്കാക്കര, കളമശ്ശേരി എന്നീ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വീട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.